ഹലോ എവ്രി വൺ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ഷോർട്സ് ഒത്തിരി കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് ആഷിനൊരു ഹെയർ കട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ അതിനായിട്ട് സലൂണിലോട്ട് വന്നിരിക്കുകയാണ്. അവിടെ അപ്പോയിൻമെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എന്നാലും 25 to 30 മിനിറ്റ്സോളം ആവും ആഷിൻ്റെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് വരാൻ. അപ്പോൾ ഞങ്ങൾ വേറെ വർക്കൊന്നുമില്ല, വി ആർ ജോബ്ലെസ്. അത് കാരണം ഞങ്ങളിതേ ഇവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധ പറഞ്ഞു അവൾ ഒരു ഹെയർ വാഷ് ചെയ്തിട്ട് വരാമെന്ന്. സോ അങ്ങനെ അവളുടെ ഹെയർ വാഷ് കഴിഞ്ഞു. ഹെയർ വാഷ് നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആഷിൻ്റെ ഹെയർ കട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നത്. വീണ്ടും ഞങ്ങളിവിടെ പോസ്റ്റായി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അകത്തേക്കൊന്ന് ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. സോ അവളുടെ ഹെയർ കട്ട് കഴിഞ്ഞു, പക്ഷേ ഇത് ബ്ലോ ഡ്രൈ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ഹെയർ സ്റ്റൈലിൽ. സെയിം ഹെയർ സ്റ്റൈൽ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് സ്പ്ലിറ്റ് എൻഡ് കാരണം ഹെയർ ട്രിം ചെയ്തു എന്നേ ഉള്ളൂ. സോ അവൾക്കത് ഇഷ്ടപ്പെട്ടു. സോ വേറെ വർക്കൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇതേ സലൂണിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബില്ലൊക്കെ ചെയ്തു, വി പെയ്ഡ് അവർ ബിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സലൂണിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഏതായാലും സൂപ്പർ മാർക്കറ്റിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായ സാധനങ്ങളൊന്നും വാങ്ങാൻ കഴിയില്ല എന്നുള്ളത്. കാരണം ഇവരുടെ ചോക്ലേറ്റ് സെക്ഷനിൽ നിന്നും, അതായത് സ്നാക്സിൻ്റെ സെക്ഷനിൽ നിന്നും മാറിയിട്ട് എനിക്ക് എൻ്റേതായ ഷോപ്പിംഗ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. സോ കണ്ടില്ലേ, ജസ്റ്റ് സ്നാക്സും അവരുടേതായിട്ടുള്ള ഷോപ്പിംഗ് മാത്രമേ ഇന്ന് നടന്നിട്ടുള്ളൂ. എനിക്ക് തിരിച്ചു പോകാൻ ധൃതിയുള്ളത് കാരണം കൂടുതലൊന്നും എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ ഇവരെ രണ്ടുപേരെയും കൂട്ടാതെ എനിക്ക് മറ്റൊരു ദിവസം വരേണ്ടി വരും എന്നുള്ളതാണ്. സോ ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങി. നല്ല ചൂടാണ് വെളിയിൽ. അപ്പോൾ പാർക്ക് ചെയ്തത് ഒരു ഓപ്പൺ സ്പേസിലാണ് കേട്ടോ. കാരണം പാർക്കിംഗ് അവിടെ എന്തോ വർക്ക് നടക്കുന്ന കാരണം നല്ല ചൂടാണ്. സോ നന്നായിട്ട് വിശക്കുന്നുമുണ്ട്, നല്ലതായിട്ട് ദാഹിക്കുന്നുമുണ്ട്. സോ അവിടുന്ന് വാങ്ങിയ ജ്യൂസ് പൊട്ടിച്ച് കുടിക്കുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഇതേ ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്താനായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞല്ലോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബായ്.